കോവൈ സരളയ്ക്ക് സമം കോവൈ സരള മാത്രം. ഇതുപോലെ ഒരു അഭിനേത്രിയെ ഇനി കണ്ടെത്തുക എന്നത് സാധ്യമല്ല. അസാമാന്യ കോമഡി ടൈമിങ്ങും അന്യായ കെമിസ്ട്രിയും ഏത് താരത്തിനൊപ്പവും കോവൈ സരളയ്ക്ക് സാധ്യമാകും. തമിഴ് സിനിമയിലാണ് സരള ശോഭിച്ചു നിൽക്കുന്നതെങ്കിലും താരം ഒരു മലയാളിയാണെന്ന കാര്യം പല സിനിമാ പ്രേമികൾക്കും അറിയില്ല. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി 900ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു കോവൈ സരള. ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല, അഭിനയ പ്രാധാന്യമുള്ള ചില കഥാപാത്രങ്ങളും സരളയുടെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കോവൈ സരള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക നിറത്തിലെ രുക്കു എന്ന കഥാപാത്രമായിരിക്കും. അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് കോവൈ സരളയുടെ നിറത്തിലെ കഥാപാത്രം. കോയമ്പത്തൂരിലാണ് കോവൈ സരള ജനിച്ചത്. MGRന്റെ സിനിമകൾ കണ്ടതിന് ശേഷമാണ് കോവൈ സരളയ്ക്ക് അഭിനയത്തോട് താല്പര്യം തോന്നിയത്. അങ്ങനെ പഠനം പൂർത്തിയാക്കിയ ശേഷം സഹോദരിയുടെയും അച്ഛന്റെയും പിന്തുണയോടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സരളയ്ക്ക് ആദ്യ സിനിമ ഓഫർ ലഭിച്ചത്. വിജയകുമാർ, KR വിജയ എന്നിവർക്കൊപ്പം വെള്ളിരഥം എന്ന സിനിമയിലാണ് താരം അഭിനയിച്ചത്. പിന്നീട് രണ്ടാമത്തെ ചിത്രമായ മുന്താനെ മുടിച്ച സിനിമയിൽ 32കാരിയായ ഗർഭിണിയായി അഭിനയിക്കുമ്പോൾ താരം 10ാം ക്ലാസ്സിലായിരുന്നു. 2 വർഷത്തിനു ശേഷം നടി ചിന്ന വീട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിൽ ഭാഗ്യരാജിന്റെ കഥാപാത്രത്തിന്റെ 65 വയസ്സുള്ള അമ്മയായിട്ടാണ് നടി അഭിനയിച്ചത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി ചിത്രങ്ങൾ ചെയ്ത താരം 62ാം വയസ്സിലും അവിവാഹിതയാണ്. പ്രശസ്തയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണെങ്കിലും ഇന്നേ വരെ തനിക്കൊരു കൂട്ടെന്ന ആഗ്രഹം സരളയ്ക്ക് ഉണ്ടായിട്ടില്ല. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്തേ എന്ന ചോദ്യത്തിനും വ്യക്തമായ കാരണം സരളയ്ക്ക് പറയാനുണ്ട്. സരള ഉൾപ്പെടെ 5 പെൺകുട്ടികളാണ് കുടുംബത്തിലുള്ളത്. മൂത്തത് സരളയാണ്. താഴെയുള്ള 4 സഹോദരിമാരുടെയും ഉത്തരവാദിത്തം കോവൈ സരളയ്ക്കായിരുന്നു. അവരുടെ വിവാഹം വരെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തിയ ശേഷം ഇപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കോവൈ സരള. സഹോദരിമാരെ മാത്രമല്ല, അവരുടെ മക്കളുടെയും പഠിക്കാനും ജീവിക്കാനും കഷ്ടപ്പെടുന്ന കുട്ടികളെ അടക്കം പലർക്കും കോവൈ സരള ഇന്ന് ആശ്വാസമാണ്. ഈ ജീവിതം ഇനി ഇങ്ങനെ മറ്റുള്ളവർക്ക് സഹായമായി പോകട്ടെ എന്നാണ് കോവൈ സരള പറയുന്നത്. ഇനി ഈ ജീവിതത്തിൽ വിവാഹം ഉണ്ടാവില്ലെന്ന് നടി വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് താൻ തിരിച്ചറിഞ്ഞു എന്നാണ് കോവൈ സരള പറയുന്നത്. സതി ലീലാവതി, വിരലു കേത്ത വെക്കം, വരവ് എത്തന സെലവ് പഠന, കരക്കാട്ടക്കാരൻ, വിശ്വനാഥൻ രാമമൂർത്തി എന്നീ സിനിമകളാണ് കോവൈ സരളയ്ക്ക് താൻ അഭിനയിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ. 2016ലാണ് മലയാളത്തിൽ അവസാനമായി സരള ഒരു സിനിമ ചെയ്യുന്നത്.